ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്ഥലം കണ്ടു, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ആ സ്ഥലത്തോട്ടാണ് ഞങ്ങളിതാ പോകുന്നത്. നമ്മൾ പോകുന്നത് നല്ല പച്ചപ്പും ഹരിതാപും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ടാണ്. സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ വെങ്ങൽ എന്നാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമ്മൾ പോവല്ലേ, അപ്പോൾ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ പച്ചയുടെ കൂടെ റെഡ് നല്ല ഭംഗിയായിരിക്കും എന്ന് കരുതി ഞാൻ ആദ്യമായിട്ട് ഇടുന്നതായിരുന്നു നമ്മുടെ ആ റെഡ് 3-piece സെറ്റ്. നമ്മുടെ ലോക്കാർട്ടിൻ്റെ തന്നെ 3-piece സെറ്റാണ്. സെയിം എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ കരുതി നമുക്കൊരു ട്വിങ്ങിങ് ആവാം, ഇതെടുക്കാം. ഇതിൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് നമ്മുടെ വെങ്ങൽ വെച്ചിട്ട് നടത്താമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വൈകിട്ടൊരു 3:30 ആയപ്പോൾ ഇറങ്ങി. കാരണം അവിടെ കുറച്ചൊരു വെയിലൊക്കെ പോയിട്ടായിരിക്കുമല്ലോ ഭംഗി. അതുകൊണ്ട് നമ്മളൊരു 3:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് 28 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലത്തേക്ക്. ഇതുവരെ ഞങ്ങൾ പോയ ഒരു സ്ഥലത്തും ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ടില്ല. അപ്പോൾ ഗൂഗിൾ അമ്മച്ചിയെ മനസ്സിൽ ധ്യാനിച്ചായിരുന്നു ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. പൊതുവേ നമ്മൾ തിരുവല്ല ഭാഗത്തോട്ട് അങ്ങനെ അങ്ങ് പോകാറുള്ളത് പരിമല ഹോസ്പിറ്റൽ ആ വഴിയൊക്കെയാണ്. പക്ഷെ തിരുവല്ലയ്ക്ക് നമ്മൾ പോകാറ് കുറവായിരുന്നു. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം കണ്ട പരിചയം മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് ഈ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ഗൂഗിൾ അമ്മച്ചി എന്തായാലും വെങ്ങലിലൊക്കെ എത്തിച്ചു. പക്ഷെ നമ്മൾ കണ്ട സ്പോട്ട്, നമ്മൾ ഇൻസ്റ്റ റീൽ കണ്ട സ്പോട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റിയില്ല. അതുപോലെ സിമിലർ ആയിട്ടുള്ള കുറച്ച് സ്ഥലം കണ്ടു, പക്ഷെ നമ്മൾ എക്സാക്റ്റ് കണ്ട സ്ഥലമൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ കുറേ അധികം നേരം അവിടെ കറങ്ങി അഴിച്ചു. അപ്പോൾ നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ടങ്ങ് മാറ്റി. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ച സ്ഥലം കാണാൻ പറ്റിയില്ല. എങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് എടത്തുവ പള്ളിയിലൊക്കെ ഒന്ന് തൊഴുത് കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അതുവഴി ആലപ്പുഴ ബീച്ചിലേക്ക് വിട്ടാമെന്നായി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. എന്നാലും നിങ്ങൾ എൻ്റെ മനസ്സിൻ്റെ വിഷമം മനസ്സിലാക്കണം. ഞാൻ പച്ചപ്പിൽ നന്നായിട്ട് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി പുതിയ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഇന്നത്തെ നിയോഗം എന്ന് പറയുന്നത് എടത്തുവ പള്ളിയിലൊക്കെ പോകാനായിരുന്നു. ഇതുവഴി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമെങ്കിലും എടത്തുവ പള്ളി കയറിയൊന്നും മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും നമുക്ക് അന്ന് അതെന്തായാലും സാധിച്ചു കിട്ടി. ഞങ്ങൾ ആദ്യം പള്ളി കയറി തൊഴുതു. പള്ളിയിൽ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു കൃത്യമായിട്ട് നമുക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ മെഴുകുതിരി വാങ്ങിച്ചിട്ട് വന്നു, മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ഒരു ഫേമസ് വ്ളോഗറില്ലേ അർച്ചന, നമ്മുടെ കുട്ടനാടൊക്കെ കാണിക്കുന്ന പുള്ളിക്കാർ സ്ഥിരം ഇവിടെ വന്ന് മെഴുകുതിരി കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഉള്ള വ്ളോഗ്സൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു എടത്തുവ പള്ളിയിൽ വരണം എന്നുള്ളത്. അതെന്തായാലും നമ്മുടെ വെങ്ങൽ പോക്കോടുകൂടി സാധിച്ചു കിട്ടി. പിന്നെ ഞങ്ങൾ കുറേ അധികം നേരം അവിടെ നിന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ നിൽക്കാൻ തന്നെ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞാൻ പണ്ട് പഠിച്ചതൊരു പള്ളിയൊക്കെ ഉള്ള സ്കൂളിലായിരുന്നു, ബദനി ബാലികാമഠം. അവിടെ നമ്മളെ സ്ഥിരം ഇടയ്ക്ക് ഒരു ദിവസം പള്ളിയിൽ കൊണ്ടുവരുന്നു. അന്നാണ് ലാസ്റ്റ് പള്ളിയിൽ പോയത്. ഞാൻ 10ാം ക്ലാസ് വരെ ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എപ്പോഴും പള്ളിയിൽ പോകായിരുന്നു. നമ്മുടെ സ്കൂളിനകത്ത് തന്നെയായിരുന്നു പള്ളി. പക്ഷേ അതിനുശേഷം ഞാൻ ഇതുവരെ പള്ളിയിലെങ്ങും പോയിട്ടില്ലായിരുന്നു. ചേട്ടനും സെയിം തന്നെ, ചേട്ടനും കാർമൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ സ്കൂളിലുണ്ടായിരുന്ന പള്ളിയിൽ പോകായിരുന്നു. അല്ലാണ്ട് നമ്മൾ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതാ പള്ളിയിൽ പോകുന്നത്. അങ്ങനെ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു നമ്മൾ ഇറങ്ങി. നേരെ വിട്ടു എങ്ങോട്ട്? നമ്മുടെ സ്വന്തം ആലപ്പുഴ ബീച്ചിലേക്ക്. ഒരിടയ്ക്ക് ഞങ്ങൾ സ്ഥിരം ആലപ്പുഴ ബീച്ചിൻ്റെ സന്ദർശകരായിരുന്നു. ഞങ്ങൾക്ക് എപ്പോൾ പീസ് അല്ലെങ്കിൽ സമാധാനം വേണമെന്ന് തോന്നുമ്പം ഞങ്ങൾ ഓടി വരുന്നത് ഇങ്ങോട്ടേക്കായിരുന്നു, നമ്മുടെ ബാലാമണി പറയുന്നത് പോലെ. ബീച്ചിൽ നിറച്ചാളുള്ള ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയോ. നമ്മുടെ ചുറ്റും കേൾക്കുന്നത് ഫുൾ തമിഴായിരുന്നു. ഫുൾ തമിഴ് പീപ്പിളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് തോന്നുന്നത്. ആദ്യം കുറേ നടന്നിട്ട് ഫുൾ കേട്ടതും തമിഴായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ചായയും ബജ്ജിയും കോളിഫ്ലവറും ഒക്കെ വാങ്ങിച്ചു. ഇത്തവണത്തേത് ഭയങ്കര ഫ്ലോപ്പ് ബജ്ജിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു വയറിന്. ഞങ്ങൾ സ്ഥിരം കയറുന്ന സോൾട്ട് ആൻഡ് പെപ്പറിൽ തന്നെ കയറിയത്, പക്ഷെ ഭയങ്കര മോശമായിരുന്നു ഈ തവണത്തേത്. പിന്നെ ഇപ്പോൾ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ പാരാഗ്ലൈഡിങ്, അതുപോലെ തന്നെ ഈ ബൈക്ക്. ചേട്ടൻ ആക്ച്വലി ബൈക്ക് ഓടിക്കാറില്ല. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ പോകണമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് കയറിയാലോ. അപ്പോൾ ചേട്ടൻ ആദ്യമൊക്കെ ഒന്ന് മടിച്ചു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വഴങ്ങി പുള്ളി എന്തായാലും ഓക്കെ പറഞ്ഞ് ഞങ്ങൾ കയറി. ഇതിന് 2 പേർക്ക് 300 രൂപ എന്തോ ആയിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3
റൗണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് മാക്സിമം എൻജോയ് ചെയ്തു. ഞാൻ ഭാഗ്യത്തിന് സ്റ്റിക്കൊക്കെ ആയിട്ടാണ് പോയത്. നമ്മുടെ വെങ്ങൽ പോകുമ്പം ഭയങ്കര നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ സ്റ്റിക്കൊക്കെ കൊണ്ടുപോയത്. പക്ഷേ നമുക്ക് ഇവിടെ അത് ഉപകാരപ്പെട്ടു. എന്തായാലും നല്ല കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടി. അവിടെ നിന്ന് തന്നെ അവർ തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അതെന്തായാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് നെക്സ്റ്റ് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കും പേടിയാണ്, ചേട്ടനും പേടിയാണ്. എനിക്ക് ഓൾറെഡി ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഞാനാണ് പാരാഗ്ലൈഡിങ്ങിന് പോകുന്നതിന്. എന്തായാലും ചുമ്മാ ഒരാഗ്രഹമല്ലേ, എല്ലാം നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. പക്ഷെ പാരാഗ്ലൈഡിങ്ങിനൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങൾ ഈ ബൈക്ക് റൈഡൊക്കെ കഴിഞ്ഞ് കുറേ നേരം കടലിലൊക്കെ കളിച്ചു. അങ്ങനേ അങ്ങ് നടന്നു. എപ്പോഴും ഈ ഹോസ്പിറ്റലും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വേണ്ടേ ഗൈസ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഇറങ്ങും. അങ്ങനെ കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച് നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ ഫോട്ടോസിനൊക്കെ കാട്ടിലും കൂടുതൽ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈം മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ആലപ്പുഴ യാത്ര. എനിക്കറിയാം ഇതൊരു കുഞ്ഞു വ്ളോഗാണെന്ന്, പക്ഷെ നമ്മുടെ മെമ്മറീസൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ ഗൈസ്.